ജെറിയുടെ സംസാരത്തിലൊക്കെയും അത്രയും സ്നേഹത്തോടെ കടന്നു വന്നിരുന്ന പേരായിരുന്നു അയാളുടേത്. ഒരുപക്ഷെ ജെറിയുടെ അപ്പനേക്കാളും അവൻ സ്നേഹിച്ചിരുന്നത് അയാളെയാണ്. മായയ്ക്ക് പൊട്ടിക്കരയാൻ തോന്നി, തളർന്നു പോകുന്നത് പോലെ തോന്നി. പക്ഷേ അവർക്ക് മുന്നിൽ താനോ തൻ്റെ കുഞ്ഞോ അടിയറവ് പറയില്ല എന്ന് ഉറപ്പിച്ചിരുന്നു. അവർ കാണാതെ തിരിഞ്ഞോടി ആ മഴയത്ത്. പിന്നെ അവൾ എത്തിയത് മറ്റൊരാൾക്ക് മുന്നിലായിരുന്നു. ദൈവം അവിടെയും അവളെ കൈത്തുണച്ചെന്ന് അവൾ മനസ്സിലാക്കിയത് അയാളെ കണ്ടപ്പോഴായിരുന്നു. പാർത്തി തല താഴ്ത്തി അന്നയോട് പതുക്കെ മൊഴിഞ്ഞു. അന്ന മുഖമുയർത്തി നോക്കി. നിറഞ്ഞു തൂവിയ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം. പാർത്തി വലത് കൈ അവളുടെ കവിളിൽ ചേർത്ത് വെച്ചു. നിന്നെ മായക്കെങ്ങനെ അറിയാമായിരുന്നു എന്നെനിക്കറിയില്ല. പക്ഷെ സേറയെ നിന്നെ ഏൽപ്പിക്കാനായിരുന്നു അവളുടെ മനസ്സ് അന്നേരം പറഞ്ഞത്. അതുകൊണ്ടാ അവൾ നിന്റെ അടുക്കെ കുഞ്ഞിനെ എത്തിച്ചത്. തണുത്ത കാറ്റൊന്ന് അന്നയുടെ ഹൃദയത്തെ ചുറ്റിവരിഞ്ഞു. എന്ത് കാരണം കൊണ്ടാലും അന്ന് മായ അങ്ങനെ ചെയ്തതിന് തൻ്റെ ജീവനോളം വിലയുണ്ടെന്ന് തോന്നി അവൾക്ക്. ആ അവസ്ഥയിൽ അവൾക്ക് മായ നൽകിയ കത്തിനെപ്പറ്റി ഓർക്കാൻ കഴിഞ്ഞില്ല. അന്ന പാർത്തിയെ ഇറുക്കി പുണർന്നു. അവൻ്റെ വലത് കൈ അവളുടെ മുടിയിൽ തലോടി കടന്നുപോയി. ദൂരെ നിന്ന അലോഷ്യയിൽ ആ കാഴ്ചയൊരു പുഞ്ചിരി വിരിയിച്ചു. എല്ലാം അറിഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിക്കാൻ പാർത്തിക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. അലോഷ്യയുടെ ഉള്ളിൽ ചെറുതല്ലാത്തൊരു ആശ്വാസം പടർന്നു. സേറയുടേത് പോലെയല്ല മായക്ക് ഹാർട്ടിൻ്റെ വാൾവിനാണ് തകരാറ്. ദിവസം കഴിയും തോറും അതിൻ്റെ ബലം കുറഞ്ഞു വരുന്നു എന്ന ഡോക്ടർ പറഞ്ഞത്. മുന്നേ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ. പറഞ്ഞു മുഴുമിപ്പിക്കാനാവാതെ അലോഷി സായുജിനെ നോക്കി മുഖം കുനിച്ചിരിക്കുന്നുണ്ട്. പാർത്തിയുടെ നെഞ്ചിൽ മുഖം ചേർത്ത അന്നയും നിശബ്ദം ഇരിക്കുന്നുണ്ട്. സേറ അലോഷിയുടെ കയ്യിലും. മാക്സിമം അവളെ ഈ ദിവസങ്ങളിൽ ഹാപ്പിയായി വയ്ക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. മറ്റെന്തിനേക്കാളും മായയെ സന്തോഷിപ്പിക്കുന്നത് സേറ തന്നെയാവും. അലോഷിക്ക് പറയാൻ ബുദ്ധിമുട്ട് തോന്നി. അറിയാതെ അവൻ്റെ കൈകൾ സേറയെ ചേർത്ത് പിടിച്ചു. തങ്ങളിൽ നിന്ന് അവൾ അകലും പോലെ. മുഖമുയർത്തി അന്നയെ നോക്കി. അവളുടെ ശരീരം വിറക്കുന്നുണ്ടായിരുന്നു. കരയുകയാണെന്ന് മനസ്സിലായെങ്കിലും പാർത്തി അലോഷിയെ നോക്കി കണ്ണ് ചിമ്മി. ഡിസ്ചാർജ് ചെയ്ത് മായയെയും സേറയെയും ഇനിയും വിനുവിൻ്റെ വീട്ടിലേക്കാണോ കൊണ്ടുപോകുന്നത്? പാർത്തി ആയിരുന്നു അത് ചോദിച്ചത്. അന്നയുടെ മനസ്സിൽ സേറയെ മായ കൊണ്ടുപോകും എന്ന് വിശ്വസിപ്പിക്കാൻ വീണ്ടും വീണ്ടും അത് പറയേണ്ടി വരുമെന്ന് അവൻ അറിയാമായിരുന്നു. വിചാരിച്ചതുപോലെ അന്നയുടെ കൈകൾ അവനിൽ മുറുകി. പാർത്തി അവളെ സമാധാനിപ്പിക്കും പോലെ തലോടിക്കൊണ്ടിരുന്നു. അവിടെയാണ് മായക്ക് താല്പര്യം. ഇല്ലായ്മയിൽ അവളെ സംരക്ഷിച്ചത് അവനായിരുന്നു. അതുകൊണ്ട് തന്നെ വിനു പോയതിൽ പിന്നെ മായയായിരുന്നു അവൻ്റെ ആനയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അന്ന് കുഞ്ഞിയെ അന്നയെ ഏൽപ്പിച്ചതിന് ശേഷം വിനുവിനോടും അവൻ്റെ അമ്മയോടും പറഞ്ഞിരുന്നത് സേറയെ അവളുടെ അച്ഛൻ്റെ വീട്ടുകാരെ ഏൽപ്പിച്ചു എന്നായിരുന്നു. അതുകൊണ്ട് തിരികെ കൊണ്ടുപോകുമ്പോൾ ചെറുതായി ഒരു ചോദ്യമുണ്ടാവുമെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സായുജ് പറഞ്ഞു നിർത്തി. രണ്ടുപേരും അത് സമ്മതിച്ച് തലകുലുക്കി. അപ്പോഴും അന്നയുടെ കണ്ണുകൾ അലോഷിയുടെ കയ്യിലിരിക്കുന്ന സേറയിലായിരുന്നു. ദേ നോക്കിക്കോ, ഞാൻ പറഞ്ഞു കൊടുക്കുവേ. ചുമ്മാ നിന്റെ കാത്തു അച്ചാച്ചനെ ഒറ്റുകൊടുക്കില്ലെന്ന് എനിക്കറിയാലോ. മുന്നിൽ നിൽക്കുന്നവൻ നുണക്കുകയെ തെളിയിച്ചൊന്ന് ചിരിച്ചു കാട്ടി. ഓഹോ, അങ്ങനെയാണല്ലേ അപ്പച്ചാ. കാത്തു ചെവിപൊത്തി ഉച്ചത്തിൽ അലറി. പെട്ടെന്ന് അവളുടെ അലർച്ച കേട്ടതും മുന്നിലിരിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് സിഗരറ്റ് ബാൽക്കണി വഴി താഴെ തെറിച്ച് വീണുപോയി. ഡീ പെണ്ണെ, കളിക്കല്ലേ. അപ്പച്ചാ ഓടിവായോ, നിങ്ങളുടെ മോനിത ബീഡി വലിക്കുന്നേ. കാത്തു കൂവി വിളിച്ചുകൊണ്ട് ഓടാൻ നിന്നതും അവൻ അവളുടെ അരയിലൂടെ കൈയിട്ട് പൊക്കിയെടുത്തു. വിടടാ വിടടാ പട്ടി, ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. അവൻ്റെ കയ്യിൽ നിന്ന് കുതിർന്നതിനൊപ്പം പെണ്ണ് വിളിച്ചു കൂവുന്നുണ്ട്. എൻ്റെ പൊന്ന് കാത്തുവല്ലേ, പറയല്ലേ. ഇല്ല, പറയും. എൻ്റെ ചക്കരയല്ലേ. അല്ലേ അല്ല. അപ്പോൾ നീ പറയും അല്ലേ? പറഞ്ഞിരിക്കും. അപ്പോൾ മറ്റന്നാളത്തെ ഗോവ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാമല്ലേ? വേണ്ട. കാത്തു കണ്ണുവിടർത്തി തിരിഞ്ഞവനെ നോക്കി. അവൻ്റെ ചുണ്ടിൽ കള്ളച്ചിരിയൊന്ന് ഭംഗിയായി വിരിഞ്ഞു നിൽപ്പുണ്ട്. എന്താടാ ഇവിടെ? എന്തിനാ കാത്തു കിടന്നലറിയേ? പെട്ടെന്നൊരാൾ അങ്ങോട്ടേക്ക് വന്നു. ഇരുവരെയും കണ്ണുരുട്ടി നോക്കി. അതപ്പച്ചാ അച്ചാച്ചനില്ലേ? അല്ല, ഞാനും അച്ചാച്ചനും കൂടെ ഒരു നാടകത്തിൻ്റെ റിഹേഴ്സൽ നടത്തി നോക്കിയതാ. കളി അല്പം കൂടുന്നുണ്ട് രണ്ടിനും. പറഞ്ഞത് നല്ല ഒന്നാന്തരം കള്ളമായതുകൊണ്ട് തന്നെ അയാൾ ഇരുത്തിയൊന്ന് നോക്കി ഇരുവരെയും. പിന്നെ അവനെ കണ്ണുരുട്ടി നോക്കി കാത്തുവിൻ്റെ തലയിലൊന്ന് കൊട്ടി തിരിച്ചുപോയി. അച്ചാച്ച, അപ്പോൾ ഞാൻ പോയി കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെക്കട്ടെ? എങ്ങോട്ട് പോകാൻ? അവൻ്റെ ചോദ്യം കേട്ടതുമേ അവളുടെ കണ്ണ് ചുരുങ്ങി. അയ്യടാ, ഗോവയിൽ കൊണ്ടുപോകാൻ പറ്റിയ സാധനം. അങ്ങോട്ട് മാറി നിൽക്ക് പെണ്ണേ. എടാ പട്ടി, അപ്പച്ചാ നിന്നെ ഇന്ന്. നീ പൊടി മറിയാമേ. ഇരുവരുടെയും പൊട്ടിച്ചിരികൾ ഉച്ചത്തിൽ ചെത്തിമറ്റത്ത് ഉയർന്നു കേട്ടു. അച്ചാച്ചാ.
സ്വപ്നത്തിൽ എന്നതുപോലെ കാത്തു ഞെട്ടി എഴുന്നേറ്റു. 1-2 നിമിഷം വേണ്ടി വന്നു അവൾക്ക് സ്വബോധം വീണ്ടെടുക്കാൻ. ഹോസ്പിറ്റലിലാണ് താനിപ്പോൾ. തൻ്റെ ക്യാബിനിൽ അടുത്തെങ്ങും ആരുമില്ല. അച്ചാച്ചൻ എവിടെ? ചുറ്റും നോക്കി. ഇല്ല, തൻ്റെ അടുത്ത് വന്നില്ല. കാത്തുവിൻ്റെ കണ്ണു നിറഞ്ഞു. ബാഗിൽ നിന്ന് ഫോണെടുത്ത് സ്ക്രീൻ ഓൺ ചെയ്തു. അതിൽ തെളിഞ്ഞു വന്ന തൻ്റെയും അവൻ്റെയും ചിത്രം കാണെ കാത്തുവിൻ്റെ ഹൃദയമൊന്ന് ശക്തിയിൽ മിടിച്ചു. ഹൃദയത്തിൽ നിന്ന് ഉതിർന്നു വന്നൊരു ആളൽ ശരീരത്തിനെ ഒട്ടാകെ ചുട്ടുപൊള്ളിക്കുന്നതവൾ അറിഞ്ഞു. എന്തിനാ അച്ചാച്ച? എന്തിനാ പറയാണ്ട് പോയെ? എന്തിനാ എന്നെ ഒറ്റക്കാക്കിയേ? പതിവായുള്ള ചോദ്യം അന്നും അവളുടെ ഉള്ളിൽ കിടന്ന് വീർപ്പുമുട്ടി. കാത്തു നെറ്റി ഫോണിലേക്ക് മുട്ടിച്ചു വെച്ചു. ജെറിക് ഫിലിപ്പ്, ചെത്തിമറ്റത്തെ ജോൺ ഫിലിപ്പിൻ്റെ മൂത്ത മകൻ, തൻ്റെ അച്ചാച്ചൻ. കാത്തുവിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വന്നവൻ്റെ ചിത്രത്തിന് മേലെ പതിച്ചു. 2 വയസ്സ് മാത്രമേ തന്നിൽ നിന്ന് മുതിർന്നതായി ഉള്ളുവെങ്കിലും തനിക്കവൻ അപ്പൻ്റെ സ്ഥാനത്തായിരുന്നു. കൂടെപ്പിറപ്പ് എന്നതിലുപരി തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നവൻ. എന്തും ഓപ്പണായി പറയാൻ കഴിയുന്ന, എത്ര വലിയ സഹായങ്ങളും തുറന്നു പറയുന്ന, എന്തിനും കൂടെ നിൽക്കുന്ന ബെസ്റ്റ് ഫ്രണ്ട്. വേദനയിൽ കലർന്നൊരു പുഞ്ചിരി തത്തി കാത്തുവിൻ്റെ ചുണ്ടിൽ. തൻ്റെ ഒരാഗ്രഹത്തിനും എതിര് നിന്നിട്ടില്ലാത്ത അവൻ തന്നെയായിരുന്നു അപ്പച്ചനോടും അമ്മച്ചിയോടും പറഞ്ഞ് സമ്മതിപ്പിച്ച് തന്നെ മെഡിസിന് വിട്ടതും. അവനും താനും അല്പമൊന്ന് അകന്നതുപോലും ആ സമയങ്ങളിൽ മാത്രമാണ്. മറികടക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടിയ നാളുകൾ. ഡിപ്രഷൻ വരെ വന്നു പോയിരുന്നു. വെക്കേഷനോ മറ്റോ ആയി വീട്ടിലേക്ക് വന്നാൽ അവനെ വിട്ടു പോകാനേ തോന്നാറില്ല. അത്രയും അവനുമായി അടുത്തതാണ് താൻ. അവനോട് വിശേഷങ്ങൾ പറഞ്ഞാൽ തീരുമായിരുന്നില്ല. അവനും അതെ. കോളേജിലെ വിശേഷങ്ങളൊക്കെ അക്കമിട്ട് തന്നോട് നിരത്തിയിരുന്നു. തല്ലുകൊള്ളിയായിരുന്നു. തെമ്മാടി താന്തോന്നി ആരെയും കൂസാത്തവൻ. അവൻ്റെ ഓർമ്മകളിലേക്ക് ആഴ്ന്നു പോയി കാത്തു. കണ്ണുനീർ കാഴ്ചയെ മറക്കുമ്പോഴും ചുണ്ടുകൾ അവളുടെ അച്ചാച്ചൻ്റെ ഓർമ്മകളാൽ പുഞ്ചിരി പൊഴിച്ചുകൊണ്ടേയിരുന്നു. ഒരു നാൾ വിളിച്ചിരുന്നു. ആദ്യമായി തല്ലുകൊള്ളിയായതിൽ, തെമ്മാടിയായതിൽ വിഷമിച്ചുകൊണ്ട്. കാര്യം ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇടയ്ക്കിടെ പ്രണയത്തിനെ പറ്റിയവൻ വാചാലനായി. ഇടനെഞ്ചിൽ ആരോ തറഞ്ഞു പോയെന്ന് തമാശയായി ഇടയ്ക്കൊക്കെ പറഞ്ഞിരുന്നെങ്കിലും താനത് ചിരിച്ചു തള്ളിയതേയുള്ളൂ. പിന്നെയും ദിവസങ്ങൾ ഓടിമറഞ്ഞു. താൻ മെഡിസിന് 4ാം വർഷം. അവൻ കോളേജ് കഴിഞ്ഞ് അപ്പച്ചനോടൊപ്പം ബിസിനസ്സിൽ സ്ഥാനമേറ്റു. അതുമുതൽ അവനൊന്ന് സൈലൻ്റ് ആയത് ശ്രദ്ധിച്ചെങ്കിലും പഠിത്തത്തിൻ്റെ സ്ട്രെസ്സിൽ അതെടുത്ത് ചോദിച്ചില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം പതിവില്ലാതെ രാവിലെ അവൻ കോളേജിൽ വന്നിരുന്നു. പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ ഞെട്ടിയെങ്കിലും ബോധം വന്നതുപോലെ ഓടിയവൻ്റെ അടുത്ത് പോയി ഇറുക്കിപ്പുണർന്നു. അവനും അത്രമേൽ സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. അവസാനമായി അത്രയും അടുത്ത് ജീവനോടെ താനവനെ കണ്ടത് അന്നാണ്. കാത്തു ഏങ്ങലോടെ മുഖം പൊത്തി. അവൾക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. നീണ്ട 2.5 വർഷങ്ങൾക്ക് ശേഷം അവനിൽ അതുപോലൊന്ന് ചേർന്ന് നിൽക്കാൻ കൊതിച്ചു. തൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന വെള്ളപുതപ്പിച്ച നിശ്ചലമായ അവൻ്റെ രൂപം. 2.5 വർഷം. ആ സമയങ്ങളിൽ അവൻ എവിടെയായിരുന്നു എന്നറിയില്ല. സ്നേഹിച്ചവളുമായി നാടുവിട്ടെന്ന് മാത്രമല്ലാതെ മറ്റൊന്നും അറിയില്ലായിരുന്നു. ദേഷ്യമായിരുന്നു. അതിനേക്കാൾ പരിഭവമായിരുന്നു. എല്ലാം പറഞ്ഞിരുന്നവൻ അതുമാത്രം തന്നിൽ നിന്ന് മറച്ചതിലുള്ള പരിഭവം. അന്ന് കുടുംബത്ത് ആരെതിർത്തിരുന്നാലും താൻ ഉണ്ടായിരുന്നേൽ അവനെ ഒരിടത്തും വിടുമായിരുന്നില്ല. അതിനും പറ്റിയില്ലെങ്കിൽ താനും പോകുമായിരുന്നു. അവൻ വരുമ്പോൾ പിണങ്ങാൻ പാകത്തിന് പലതും മനസ്സിൽ സ്വരുക്കൂട്ടി വെച്ചിരുന്നു. ആ തനിക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന അവൻ്റെ ജീവനറ്റ ശരീരം കണ്ട മാത്രയിൽ തലക്കകത്തെന്തോ വന്ന് ശക്തിയിൽ പതിച്ചതുപോലെ തോന്നി. കണ്ണിലേക്ക് ഇരുട്ടുമൂടി. കാത്തു പിടച്ചിലോടെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. ആകെ വിയർത്തിരുന്നു അവൾ. മുഖത്തേക്ക് ശക്തിയിൽ വെള്ളം ആഞ്ഞു വീശിയിട്ടും ശരീരമോ മനസ്സോ തണുക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ഓർമ്മയിൽ ഒഴുകിയിറങ്ങാൻ ധൃതി കാണിച്ച ഒരു തുള്ളി കണ്ണുനീരിനെ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് പുറത്തേക്ക് കുത്തിയൊലിക്കാൻ വെമ്പുന്ന വർഷകാലത്തെ കാത്തു ഉള്ളിലൊതുക്കി. മായി. അഗാധമായ ഉറക്കത്തെ ആരോ കളങ്കപ്പെടുത്തുന്നത് പോലെ കാതിലേക്ക് തുളച്ചു കയറുന്ന കുഞ്ഞുവിളി. നേത്രഗോളങ്ങൾ ചലിപ്പിച്ച് മിഴികളൊന്ന് തുറക്കാൻ ശ്രമിച്ചവൾ. കഴിയുന്നില്ല. ആരോ എന്തോ ഭാരം കൊണ്ട് കണ്ണുകൾ മൂടിവെച്ചിരിക്കുന്ന പോലെ. മായ. ആരോ വിളിക്കുന്നു. ഗർത്തത്തിൽ എന്നതുപോൽ ആരുടെയോ കട്ടിയാർന്ന സ്വരം. മായി. തലയിൽ കനമുള്ള എന്തോ ഇരിക്കുന്ന വേദന. പ്രയാസപ്പെട്ട് കണ്ണൊന്ന് ചിമ്മിയതും മുഖത്താ കുഞ്ഞിക്കൈകൾ പതിച്ചിരുന്നു. ആ വേദനയിലും മായയുടെ ഉള്ളിലെവിടെയോ ഒരു തണുപ്പ് പടർന്നു. അടിവയറിൽ മഞ്ഞുവീഴ്ച. കണ്ണുകൾ ഇരുവശത്തും കൂടി നിറഞ്ഞൊഴുകി. ആയാസപ്പെട്ട് കണ്ണുകൾ തുറന്നതും ആദ്യമൊന്ന് മങ്ങിയെങ്കിലും പിന്നെ തെളിഞ്ഞു വന്ന കാഴ്ചയിൽ അവൻ്റെ കണ്ണുകൾ വിടർന്നു. മുന്നിൽ തനിക്കേറെ പ്രിയപ്പെട്ട 2 പേർ. സായുജും അവൻ്റെ കയ്യിൽ തൻ്റെ കുഞ്ഞും. മായയുടെ വരണ്ട ചുണ്ടുകൾ വിടർന്നു. കണ്ണിൽ തിളക്കമേറി. നനവൂറിയ കണ്ണുകളോടെ സായുജ് മായയുടെ അടുത്ത് വന്നു. വിറക്കുന്നിടം കൈയൊന്നു നീട്ടി അവളുടെ തലമുടിയിൽ തലോടി. അപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ് അവളുടെ ദേഹത്തേക്ക് ചാഞ്ഞിരുന്നു. വേണ്ട.
കുനിഞ്ഞ് സേറയെ എടുക്കാൻ പോയതും മായ അക്ഷരം പെറുക്കിക്കൂട്ടി പറഞ്ഞു. 3 ദിവസങ്ങൾക്ക് ശേഷം മായയെ ഇന്നാണ് റൂമിലേക്ക് മാറ്റിയത്. നാളെ കഴിഞ്ഞാൽ ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട്. മായയുടെ നെഞ്ചിൻ്റെ ചൂടിലേക്ക് കുഞ്ഞി ഒന്ന് പതുങ്ങിച്ചേർന്നു. മായ അവളെ പുണർന്ന് നെഞ്ചോടടക്കി പിടിച്ചു. മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. ഉള്ളിലെരിയുന്ന നെരിപ്പോട് ഒന്ന് തണുത്തതുപോലെ തോന്നി അവൾക്ക്. കുഞ്ഞിപ്പെണ്ണ് തൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുമ്പോൾ ജെറിയുടെ ഓർമ്മകളും അവളിൽ പൊതിഞ്ഞു പിടിക്കുന്നുണ്ടായിരുന്നു. സേറയും ആവേശത്തിൽ മായയുടെ മുഖമെല്ലാം ചുംബനം കൊണ്ട് നിറക്കുന്നുണ്ട്. കളഞ്ഞുപോയ കളിപ്പാട്ടം കിട്ടിയതുപോലെ മായയെ ആകെ തഴുകുന്നതും മുത്തുന്നുമുണ്ട്. ചിരിയോടെ അവൻ ആ കാഴ്ച നോക്കി നിന്നു. കണ്ണുകൾ ഉയർത്തി ഡോറിൻ്റെ അവിടേക്ക് നോക്കി. ഡോറിൽ ചാരി ഇരുവരെയും കണ്ണിൽ നിറച്ചു നിൽക്കുന്ന അന്ന. അവളുടെ കണ്ണുകൾ നനഞ്ഞിരുന്നെങ്കിലും ചുണ്ടിൽ നിറഞ്ഞൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. മുറിവേറ്റവർ ഹൃദയം തുറന്ന് ചിരിക്കുന്നത് കാണാൻ എന്ത് രസമാണെന്നോ. ഒരു വേള സായുജിൻ്റെ കണ്ണുകൾ അന്നയെ കാണെ നിറഞ്ഞു വന്നു. പാർത്തി? പെട്ടെന്ന് ഗൗരവം നിറഞ്ഞ അലോഷ്യയുടെ വിളിയിൽ പാർത്തി നെറ്റിച്ചുളിച്ച് അവനെ നോക്കി. ജെറി ചെത്തിമറ്റത്തെയാണ്. പാർത്തിക്ക് അലോഷ്യ പറയുന്നത് മനസ്സിലായില്ല. അതുകൊണ്ട് എന്നൊരു ഭാവത്തിൽ അവൻ അലോഷ്യയെ അങ്ങനെയെ നോക്കി. ചെത്തിമറ്റത്തെ ജോൺ ഫിലിപ്പിൻ്റെ മകൻ കാതറിൻ, അവളുടെ ആങ്ങള. അലോഷ്യ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞതും പാർത്തിയിലും ഞെട്ടൽ. കാത്തുവിന് അന്നയോടുള്ള നീരസം അലോഷ്യ പറഞ്ഞറിയുന്നതാണ്. പാർത്തി ശൂന്യമായ മിഴികളോടെ അലോഷ്യയെ നോക്കി. കാതറിൻ അതറിയുന്ന നിമിഷത്തെ പറ്റിയാണോ ചിന്തിക്കുന്നത്? അല്ല, അവളത് അറിയുന്നതിന് മുന്നേ അന്നയല്ലേ അത് ചെയ്തത് എന്ന് തെളിയിക്കുന്നതിനെ പറ്റി. അലോഷ്യ അതേ ഗൗരവത്തോടെ പറഞ്ഞു. പാർത്തിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി. അലോഷ്യയുടെ അടുത്ത് നടന്നു വന്നു അവൻ്റെ തോളിലൊന്ന് തട്ടി. നിന്റെ പെണ്ണാവുന്നതിന് മുന്നേ എൻ്റെ പെങ്ങളായതാടാ അവള്. മുണ്ടൊന്ന് മടക്കി കുത്തി വലത് തള്ളവിരൽ കൊണ്ട് മീശത്തുമ്പൊന്ന് തഴുകി അലോഷ്യ ചിരിച്ചു. എവിടുന്നാ തുടങ്ങുന്നേ? ചിരിയോടെ ഇരുവശത്തും തലയാട്ടി പാർത്തിയും മുണ്ടൊന്ന് മാടിയെടുത്ത് ഷർട്ടിൻ്റെ സ്ലീവ്സ് ഒന്ന് മടക്കി. ആദ്യം അവളുടെ അപ്പനെ ഒന്ന് കാണണം, പിന്നെ അയാളെയും. പറയുമ്പോൾ അലോഷ്യയിൽ ഉണ്ടായിരുന്ന അതേ പൈശാചിക ഭാവം പതിയെ പാർത്തിയിലേക്കും പടർന്നു. തിരക്കിട്ട് വാർഡിൽ നിന്ന് ക്യാബിനിലേക്ക് നടക്കെ മുന്നിലെന്തോ പറയാനെന്ന ഭാവത്തിൽ വരുന്ന ബെന്നിയെ കാണെ കാത്തുവിൻ്റെ മുഖം ചുളിഞ്ഞു. നാശം. 2 ദിവസമായി പുറകെ നടപ്പുണ്ടവൻ. കാണാതെ ഒഴിഞ്ഞു മാറിയായിരുന്നു നടന്നത്. ഇന്നിപ്പോൾ മുന്നിൽ വന്ന് ചാടിക്കൊടുത്തു. കാത്തുവിൻ്റെ മുഖം അനിഷ്ടത്താൽ ഒന്ന് ചുളിഞ്ഞു. ഒപ്പം അന്ന് അലോഷ്യ പറഞ്ഞതിലുള്ള ദേഷ്യവും അവളിൽ നിറഞ്ഞു. മേരി. അവനെ കടന്ന് മുന്നോട്ടു പോകെ ബെന്നി മൃദുവായി വിളിച്ചു. കാത്തു ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നതേയുള്ളൂ. മേരി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പ്ലീസ്, എനിക്കൊന്നും കേൾക്കണ്ട. പറഞ്ഞുകൊണ്ട് അവന് മുഖം കൊടുക്കാതെ കാത്തു വേഗം നടന്നു. നിന്റെ അച്ചാച്ചൻ്റേത് വെറുമൊരു ആക്സിഡൻ്റ് ആയിരുന്നില്ല എന്ന് പറയാനാ ഞാൻ വന്നേ. കാത്തുവിൻ്റെ കാലുകൾ പിടിച്ചു കെട്ടിയതുപോലെ നിശ്ചലമായി.